പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് അക്കമിട്ട മറുപടിയുമായി മുഖ്യമന്ത്രി. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം തിരികെ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ കണക്ക് സഹിതം നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മകൾക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ നിയമവിരുദ്ധമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ചത്. മകൾക്കെതിരായി ഉയർന്ന മാസപ്പടി ആരോപണത്തിൽ പ്രധാനമന്ത്രിയുടേത് വെറും ആരോപണം മാത്രമാണെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ 117 കോടിയിലധികം രൂപ ഇപ്പോൾ തന്നെ തിരികെ നൽകി. ബാങ്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതും സഹകരണ വകുപ്പാണ്. പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്ത് പരിഹാസ്യമായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെയെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതുകൊണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോവില്ലെന്നും പറഞ്ഞു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നില്ലെന്നത് ശുദ്ധ അസംബന്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം പിന്നോട്ടടിക്കപ്പെട്ടുവെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അമൃത ന്യൂസ്, തൃശൂർ.